വിഭാഗീയതയ്ക്ക് ഒടുക്കമില്ലാതെ പത്തനംതിട്ട CPM-ലെ സമ്മേളനകാലം. സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വിഭാഗീയത തീർക്കാൻ ജില്ലയിലേക്ക് നേരിട്ട് വന്നെങ്കിലും പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്നു. താഴെത്തട്ട് മുതലുള്ള വിഭാഗീയത ജില്ലാ സമ്മേളനത്തിലും നേതൃത്വത്തിന് തലവേദനയാകും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 9-ാം തീയതിയാണ് വീണ്ടും ചേരുക. 2 തവണ അലങ്കോലപ്പെട്ട സമ്മേളനമാണിത്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. മുൻ ലോക്കൽ സെക്രട്ടറി CC സജിമോനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് തോമസ് ഐസക്കായിരുന്നു എന്നതാണ് ഐസക്കിനെ തോൽപ്പിക്കാൻ സജിമോൻ പക്ഷം ശ്രമിച്ചതിനുള്ള കാരണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സജിമോനുമായി ബന്ധപ്പെട്ടവരെ പുതിയ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. 9-ാം തീയതി ലോക്കൽ സമ്മേളനം ചേർന്ന് പുതിയ ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ സജിമോനുമായി ബന്ധപ്പെട്ടവർ കമ്മിറ്റിയിലുണ്ടായാൽ മറുപക്ഷം പുതിയ ലോക്കൽ കമ്മിറ്റിയിലും എതിർപ്പ് തുടർന്നേക്കും. തിരുവല്ലയിൽ CPM 2 തട്ടിലാണെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം ഇനിയും സാധൂകരിക്കപ്പെടും. ഏരിയ സമ്മേളനങ്ങളിൽ മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളും പാളിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ സമ്മേളനത്തിൽ മത്സരത്തിലൂടെയാണ് ഉദയഭാനുവിന്റെ വിശ്വസൻ RV രാജീവ് കുമാർ വിജയിച്ചത്. ഇവിടെയും ചേരിതിരിവ് നിലനിൽക്കുന്നു. പല കോണുകളിൽ നിന്നുയർന്ന ചെറുതും വലുതുമായ വിഭാഗീയതകൾ പരിഹരിച്ച് എങ്ങനെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കുമെന്നതും നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട.